യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ശാലോം ടെലിവിഷനിലൂടെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ വചനം ശ്രവിക്കുന്നവർ അവരുടെ മേൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ പകരണമേ. കർത്താവേ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി അങ്ങയുടെ കരം വെച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ. ആഴമായ അനുതാപത്തിലേക്കും ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്കും ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഈ ശുശ്രൂഷകളെ അങ്ങ് ഏറ്റെടുക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം തൻ്റെ ആത്മാവിനെ നൽകി. ദൈവത്തിൻ്റെ ആത്മാവുള്ള മനുഷ്യൻ, ദൈവത്തിൻ്റെ ജീവൻ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ എന്നും ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുന്നതോടെ അവൻ്റെ ഹൃദയത്തിൽ സ്വസ്ഥതയും ശാന്തിയും സമാധാനവും ദൈവിക ജീവനും നഷ്ടമാവുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ അശാന്തി അനുഭവിക്കുമ്പോൾ അത് നമ്മുടെ മുഖങ്ങളിൽ പ്രകടമാകും. നമ്മൾ അനുഭവിക്കുന്ന മനസ്സിൻ്റെ സംഘർഷങ്ങൾ, മനസ്സിൻ്റെ ഭാരങ്ങൾ നമ്മുടെ മുഖത്ത് മറ്റൊരാൾക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നു, ആദി മാതാപിതാക്കന്മാർ ആദവും ഹവ്വയും, അവർക്ക് ദൈവം നൽകിയ മക്കൾ കായേനും ആബേലും. അവർ തമ്മിൽ മനസ്സുകൊണ്ട് അകലുന്നത് ദൈവത്തിനു ബലിയർപ്പിച്ചു. ബലിയർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് സഹോദരങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അകന്നു പോകുന്നത്. സഹോദരൻ്റെ കാഴ്ചകൾ ദൈവത്തിന് സ്വീകാര്യമായപ്പോൾ കായേന് അതൊരിക്കലും ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. കായേൻ സ്വന്തം സഹോദരനെ വയലിൽ വെച്ച് നിഷ്കരുണം അടിച്ചു കൊല്ലുന്ന കാഴ്ചയാണ്
ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. മനുഷ്യൻ ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്യുമ്പോൾ ആ പാപം ആ വ്യക്തിയെ വേട്ടയാടുകയാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപം ആ മനുഷ്യൻ്റെ മനസ്സിനെ ഭാരപ്പെടുത്തുകയാണ്. പാപം ഒരു വ്യക്തിയുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ ബാധിക്കുകയാണ്. ദൈവമായ കർത്താവ് കായനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-7 വചനങ്ങൾ. കർത്താവ് കായനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നീ എന്തിനാണ് കോപിച്ചിരിക്കുന്നത്? നിന്റെ സഹോദരൻ്റെ ബലി എനിക്ക് പ്രിയങ്കരമായതിൽ നീ എന്തിനാണ് കോപിക്കുന്നത്? നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ദൈവമായ കർത്താവ് ചോദിക്കുക, എന്തുകൊണ്ടാണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ഇന്ന് അനേകരുടെ മുൻപിൽ ദൈവമായ കർത്താവ് ഈ ചോദ്യം വയ്ക്കുക, എന്തുകൊണ്ടാണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? മുഖം വാടുവാനായിട്ട് പല കാരണങ്ങൾ കാണാം. ഒന്ന്, നിന്റെ പാപങ്ങൾ നിന്നെ വേട്ടയാടുന്നു, നിന്റെ കുറ്റബോധത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നു. നിന്റെ ജീവിതത്തിൻ്റെ തകർച്ചകൾ, ജീവിതത്തിൻ്റെ പരാജയങ്ങൾ, ജീവിതത്തിൽ ഏൽക്കേണ്ടി വരുന്ന തിരസ്കരണത്തിൻ്റെ അനുഭവങ്ങൾ, മനസ്സിന് ഏറ്റുവാങ്ങുന്ന നൊമ്പരങ്ങളൊക്കെ നിന്റെ മുഖം വാടുന്നതിന് കാരണമായിട്ട് മാറുകയാണ്. ഇവിടെ ദൈവമായ കർത്താവ് ഉദ്ദേശിക്കുന്നത്, നിന്റെ മുഖം വാടിയിരിക്കുന്നു, അതിന് കാരണമുണ്ട്. നീ നിന്റെ സ്വന്തം സഹോദരൻ്റെ ജീവനെ അപഹരിച്ചു. സ്വന്തം സഹോദരനെ വയലിൽ വെച്ച് അടിച്ചു കൊന്ന കായൻ, ആദ്യത്തെ കൊലപാതകത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ വിവരിക്കുക. ഇന്നും ഇത് സംഭവിക്കുക. ലോകത്താകമാനം കൊലപാതകങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അക്രമങ്ങൾ പെരുകുക, ബോംബ് സ്ഫോടനങ്ങൾ, നിരപരാധികൾ വധിക്കപ്പെടുന്നു, അപരാധികൾ രക്ഷപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. ആദ്യത്തെ കൊലപാതകത്തിൻ്റെ പിന്തുടർച്ച, അതിൻ്റെ മാനസികമായ ഭാരം, സമ്മർദ്ദം ഏറ്റുവാങ്ങി മനസ്സു തകർന്നിരിക്കുക കായൻ. കായനോട് ദൈവം ചോദിക്കുന്നു, നല്ലത് ചെയ്താൽ ഞാൻ നിന്നെ സ്വീകരിക്കാം. ഇതാണ് ദൈവത്തിന് പറയാനുള്ളത്. പാപം ചെയ്ത ഏതൊരു വ്യക്തിയോടും, തിന്മയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയോടും ദൈവത്തിന് പറയാനുള്ളത് ഇതാ, നീ നല്ലത് ചെയ്താൽ, നന്മയുടെ വഴിയിലേക്ക് വന്നാൽ നിന്നെ ഞാൻ സ്വീകരിക്കാമെന്ന് ദൈവമായ കർത്താവ് നമ്മളോട് പറയുക. ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഉചിതമായി പ്രവർത്തിച്ചാൽ നീ ദൈവത്തിന് സ്വീകാര്യമാകും. ഉചിതമായിട്ട് പ്രവർത്തിക്കുക എന്നതുകൊണ്ട് എന്താണ് ദൈവം അർത്ഥമാക്കുന്നത്? ഉചിതമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നീ ജീവിക്കണം. പാപത്തിൻ്റെ വഴികൾ വിട്ട്, തിന്മയുടെ മാർഗങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടൊരാൾ ജീവിച്ചാൽ ആ വ്യക്തിയാണ് ദൈവത്തിന് സ്വീകാര്യനായിട്ട് മാറുവാനായിട്ട് പോകുന്നത്. ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ മനസ്സിന് ചേർന്നതല്ലാതെ വരികയാണ്. ദൈവത്തിൻ്റെ മനസ്സിന് ചേരാത്ത, ദൈവത്തിൻ്റെ ഹിതത്തിന് എതിരായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ കഴിവിൽ ആശ്രയിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് പരാജയത്തിന്, തകർച്ചകൾക്ക് കാരണമായിട്ട് മാറുകയാണ്.
സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം പറയുന്നു, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതത്രേ. മനുഷ്യൻ സ്വന്തം ബുദ്ധിയിൽ, അവൻ്റെ കഴിവിൽ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അവൻ ജീവിതം പ്ലാൻ ചെയ്യുകയാ, അവൻ ആസൂത്രണം ചെയ്യുകയാ. വരാനിരിക്കുന്ന നാളുകളെക്കുറിച്ച് അവൻ അവൻ്റെ ബുദ്ധിയിലും കഴിവിലും ആശ്രയിച്ച് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ആ പദ്ധതികൾ വിജയിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിന്റെ പദ്ധതികൾ വിജയിക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ മനസ്സിനോട് ചേർന്നുള്ള പദ്ധതിയായിരിക്കണം. നീ പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവഹിതപ്രകാരമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ആശീർവാദവും ഉണ്ടായിരിക്കും. അത് ഉചിതമായിട്ട് നീ പ്രവർത്തിക്കണം. ഉചിതമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം നീ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ഹിതമറിയണമെങ്കിൽ ആദ്യമേ നിൻ്റെ മനസ്സിൽ നിന്നിലുള്ള പാപങ്ങൾ പൂർണ്ണമായിട്ട് കഴുകപ്പെടേണ്ടിയിരിക്കുന്നു. പാപത്തിൽ നിന്ന് പൂർണ്ണമായിട്ടൊരു വിടുതൽ കിട്ടിയെങ്കിലേ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായിട്ട് ഒരു മനുഷ്യന് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ ഹിതമറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള ആഴമായ ഒരു ബന്ധത്തിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നു. നമ്മളൊക്കെ ലോകത്തിൻ്റെ മനുഷ്യരാണ്. ലോകത്തിൻ്റെ ചിന്തകൾ നമ്മളെ കീഴ്പ്പെടുത്തുകയാണ്. ജഡത്തിൻ്റെ ചിന്തകൾ നമ്മളെ വേട്ടയാടുകയാണ്. തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മളെ മുറുക്കുന്നുണ്ട്. ഇവയൊക്കെ അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുമ്പോൾ ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ അനുഗ്രഹം, കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരിക്കും. ദൈവമായ കർത്താവ് കായനോട് ചോദിക്കുന്നു, എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? പാപം നീ ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ വഴിവിട്ട് ജീവിക്കുമ്പോൾ ഉറപ്പാണ് നിന്റെ ജീവിതത്തിൽ തകർച്ചകൾ കടന്നു വരാൻ തുടങ്ങും. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ പാപത്തിൻ്റെ അല്ലെ സുഖലോലുപതയുടെ ജീവിതത്തിൻ്റെ ആദ്യകാലമൊന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടായെന്ന് വരത്തില്ല. പക്ഷെ നാളുകൾ പിന്നിടുമ്പോൾ ഉറപ്പാണ് നിന്റെ ജീവിതത്തിൽ ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള തകർച്ചകൾ കടന്നു വരാൻ പോകുക. ഈ അടുത്ത ദിവസം ഒരു മകൻ തൻ്റെ കുടുംബത്തെക്കുറിച്ച് പങ്കുവെച്ചതാ. അപ്പനും അമ്മയും 3 മക്കളും. അപ്പൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ അല്ല, ദേവാലയത്തിൽ പോകുവാൻ താല്പര്യമില്ല, കൂദാശ ജീവിതത്തോട് താല്പര്യമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. നന്നായിട്ട് പറമ്പിൽ പണിയെടുക്കും, നന്നായിട്ട് ഭക്ഷണം കഴിക്കും. ഒരു ലോകത്തിൻ്റെ മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നോ അതുപോലെ അല്പം ലഹരിയൊക്കെ കഴിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അധ്വാനിച്ചു. മക്കൾക്ക് ദൈവത്തെ കൊടുക്കുവാനായിട്ട് കഴിയാതിരുന്ന ആ മനുഷ്യൻ്റെ ജീവിതം ഇന്ന് വലിയ പരാജയത്തിലാണ്. ആ മകൻ പറയുകയാണ്, അപ്പൻ വേണ്ടവണ്ണം വിശ്വാസം ഞങ്ങൾക്ക് നൽകിയില്ല. അപ്പനൊരു വിശ്വാസ ജീവിതമില്ലായിരുന്നു. ഒരുപക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനപരമായ തകർച്ചയുടെ കാരണം ഇതാ. 3 മക്കളുടെ വിവാഹം കഴിഞ്ഞു. ഒരാൾക്കേ മക്കളുള്ളൂ, വേറെ ആർക്കും മക്കളില്ല. എല്ലാവർക്കും തകർച്ചകൾ. പെൺമക്കളെ കെട്ടിച്ചയച്ചു വിട്ട കുടുംബങ്ങളിലൊക്കെ തകർച്ചകൾ. അങ്ങനെ തകർച്ചകളിലൂടെ, വേദനകളിലൂടെ, നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുക. ആ മകൻ മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യം ഇതാ, പിതാവിൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ കുറവാണ് എൻ്റെ തകർച്ചയുടെ, എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയുടെ കാരണമെന്ന് ആ മകൻ കണ്ടെത്തിയിരിക്കുക. അത് നമുക്ക് അവഗണിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് മാതാപിതാക്കന്മാർ തലമുറകൾ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുമ്പോൾ
ഇന്ന് ജീവിക്കുന്ന തലമുറ, അല്ലെ ജനിക്കാനുള്ള തലമുറയുടെ മേൽ ഒഴുകേണ്ട ദൈവകൃപയും അനുഗ്രഹവുമാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കായനോട് ദൈവം ചോദിച്ചു, നീ നന്മ പ്രവർത്തിച്ചാൽ, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവും. നിന്നെ ഞാൻ സ്വീകരിക്കാം. പാപത്തിൻ്റെ വഴികൾ, ലോകത്തിൻ്റെ മാർഗങ്ങൾ, തിന്മയുടെ വഴികൾ വിട്ട് ദൈവത്തിലേക്ക് നീ തിരിഞ്ഞാൽ മതി. നീ എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും നിന്നെ സ്വീകരിക്കുവാൻ ദൈവമായ കർത്താവ് രണ്ട് കരങ്ങളും നീട്ടി നിൽക്കുകയാണ്. പാപം നിന്നെ കീഴ്പ്പെടുത്തുവാൻ നിന്റെ പിന്നിൽ പതിയിരിക്കുന്നു. പാപം നിന്നെ നോട്ടമിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിശാചു നിന്നെ നോട്ടമിട്ടിരിക്കുന്നു. പാപം നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു എന്ന് പറയാം. പിശാച് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. പിശാച് നിന്നെ ഏതെങ്കിലും വിധത്തിൽ കീഴ്പ്പെടുത്തുവാനായിട്ടുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുക. പിശാച് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. നീ പിശാചിനെ കീഴടക്കണം. നീ പിശാചിനെ തോൽപ്പിക്കണം. പിശാചിനെ തോൽപ്പിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വേണം നിനക്ക്. ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കണം. ദൈവത്തിൻ്റെ വചനമനുസരിക്കണം. ദൈവഹിതം അന്വേഷിച്ച് ജീവിച്ചുവെങ്കിലേ പിശാചിനെ കീഴ്പ്പെടുത്തുവാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് കർത്താവിനെ നിന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ നന്ദി, പിതാവേ സ്തുതി. യേശുവേ നന്ദി, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, ഹല്ലേലൂയ. കായേനോട് ദൈവമായ കർത്താവ് പറയുന്നു, നിന്റെ സഹോദരന്റെ രക്തം ഇതാ നിലവിളിക്കുന്നു. നിന്റെ സഹോദരന്റെ രക്തം ഇതാ ഈ മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. സഹോദരന്റെ രക്തം കുടിക്കാൻ വാപിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നിന്റെ സഹോദരന്റെ രക്തം വീണ ഈ മണ്ണിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. അനുഗ്രഹം മുഴുവൻ നഷ്ടപ്പെട്ട കായേൻ വലിയ ഹൃദയഭാരത്തോടെ ദൈവത്തോട് ഇങ്ങനെ പറയുന്നുണ്ട്. 34:13 കായേൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലധികം വലുതാണ് ഈ ശിക്ഷ. ഇന്ന് അവിടുന്ന് തന്നെ ഈ സ്ഥലത്തു നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു. അവിടുത്തെ സന്നിധി ഞാൻ ഒളിച്ചു നടക്കണം. ഞാൻ ഭൂമിയിൽ ഉടലുന്നവനായിരിക്കും. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. കായേന്റെ വേദന അവിടെ നമ്മൾ കാണുകയാ. മനുഷ്യൻ പാപം ചെയ്താൽ അവൻ ദൈവത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും ഒറ്റപ്പെടുകയാണ്. ഈ ശിക്ഷ എനിക്ക് വഹിക്കാവുന്നതിലും അധികമാണ്. എല്ലാവരും എന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ദൈവമായ കർത്താവ് പറയുന്ന വചനം ഇതാണ്. ദൈവത്തിൻ്റെ അനന്തമായ കരുണയാണ് വെളിപ്പെടുത്തുന്നത്. കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല, കായേനെ കൊല്ലുന്നവൻ്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായേനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരു അടയാളം പതിച്ചു. എത്ര വലിയ പാപിയാണെങ്കിലും ആ പാപിയുടെ മേൽ കരുണ ചൊരിയുന്ന ദൈവം, എത്ര വലിയ തിന്മയിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയോട് കരുണ കാണിച്ച് തൻ്റെ ജീവനിലേക്ക് വീണ്ടും ചേർക്കുന്ന ദൈവം. കായേനോട് പറഞ്ഞില്ലേ? കായേനോട് ദൈവം ഇപ്രകാരമാണ് പറയുന്നത്, ഉചിതമായി പ്രവർത്തിച്ചാൽ നീ എനിക്ക് സ്വീകാര്യന. സ്വന്തം സഹോദരനെ കൊന്ന കായേൻ്റെ മേൽ ദൈവം അടയാളമിട്ടു, ആരും അവനെ കൊല്ലാതിരിക്കുവാൻ. നോക്കുക, ഇത് ദൈവത്തിൻ്റെ കരുണയാണ്. ഇന്നും ഈ ലോകത്തിൽ അനേക ദൈവമക്കൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകരും മുട്ടുമടക്കി ദൈവസന്നിധി നിലവിളിക്കുന്നത് കൊണ്ട് ഈ ലോകം
ഇന്നിങ്ങനെ കടന്നു പോകുന്നത്. പാപം വർദ്ധിക്കുക, തിന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ലോകത്തെ പിശാച് ഇങ്ങനെ കീഴ്പ്പെടുത്താനുള്ള കഠിനമായ പ്രയത്നത്തിലാണ്. ഇതിനെ അതിജീവിക്കുവാനിതാ അനേക മക്കൾ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന പിതാവിൻ്റെ അടുക്കൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ഈ ലോകത്തോട് ഇന്നും കരുണ കാണിക്കുക. കായേനോട് കരുണ കാണിച്ച ദൈവം ഇന്നും കൊലപാതകികളോടും വഞ്ചകരോടും തിന്മ ചെയ്തവരോടും അധർമ്മികളോടും കരുണ കാണിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. നല്ലത് ചെയ്താൽ നീയും സ്വീകാര്യനാവും. ഒരു തീരുമാനമെടുക്കാം. പാപം ഉപേക്ഷിക്കുവാൻ, നല്ലത് മാത്രം ചെയ്യുവാൻ. സഹോദരങ്ങൾക്ക് നന്മ ചെയ്യാം, സ്നേഹിതർക്ക് നന്മ ചെയ്യാം, നമ്മുടെ കുടുംബത്തുള്ളവർക്ക് നന്മ ചെയ്യാം, എല്ലാവർക്കും നന്മ ചെയ്യാം. നല്ലത് മാത്രം ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കട്ടെ. നല്ലത് മാത്രം ചെയ്യാൻ ഒരു തീരുമാനമെടുക്കുക. നീ കർത്താവിന് എന്നും സ്വീകാര്യനായിരിക്കും. ആമേൻ. മോൻ്റെ പേരെന്നാ? നിഖിൽ ടോം. നിഖിൽ ടോം. എന്ത് ചെയ്യുന്നു? ഞാൻ അവിടെ പഠിക്കുവാണ്. BCA സെന്റ് തോമസ് കോളേജ്. BCA പഠിക്കുകയാണ്. എത്ര വർഷം പഠിക്കുന്നുണ്ട്? കുറേ നാളായിട്ടുണ്ട്. കുറേ നാളായിട്ടുണ്ടല്ലേ? കർത്താവ് സൗഖ്യം തരുമോ മോനെ? ഉറപ്പാണോ? ഉറപ്പാണല്ലേ? വിശ്വാസമുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ വിക്കനല്ല, ഞാൻ സൗഖ്യപ്പെട്ടു. യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഞാൻ വിക്കനല്ല, യേശുവിനെ തൊട്ടു, ഞാൻ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. പിതാവേ നന്ദി, പിതാവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, ആരാധന. ഹല്ലേലൂയ. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവായ യേശുവേ, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് മഹത്വം. എനിക്ക് വിക്കില്ല, ഞാൻ സൗഖ്യപ്പെട്ടു. എൻ്റെ യേശുവിന് മഹത്വം. ഹല്ലേലൂയ. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. എന്തിനാ കരയുന്നേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയും, ഓരോ സൗഖ്യവും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും സ്പർശനം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ മോള് പാരമ്പര്യമായിട്ട് തന്നെ വിക്കുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വർഷങ്ങളായിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ, ഇപ്പോൾ കോളേജിലാണ് പഠിക്കുന്നത്, അതേ കോളേജിൽ പഠിക്കുമ്പോൾ വിക്ക് സംസാരിക്കുക. അപ്പോൾ എത്രയോ പേരാണ് പക്ഷേ പരിഹസിക്കുകയും പുച്ഛിക്കുകയും. ആ മനസ്സ് നിറയെ സങ്കടമാണ് ഈ വിക്കിനെ ഓർത്ത്. ശരിയല്ലേ മോളെ? ഉണ്ടോ? മനസ്സ് നിറയെ ഒറ്റ നിമിഷം കൊണ്ടാ, ഞാൻ തൊട്ടുപോലുമില്ല, വിക്കില്ലെന്ന് പറഞ്ഞു, അപ്പോൾ തന്നെ വിക്ക് മാറുക. യേശു ഇവിടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമായോ? യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ. യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ. കരുണാമയൻ, സ്നേഹഗായകൻ, കരുണാമയൻ, സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടു
വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു